നിങ്ങളുടെ ബന്ധത്തിന്റെ ഭാവി എന്താണെന്ന് നമുക്കിന്ന് നോക്കിയാലോ. അപ്പം നമുക്കിന്ന് 6 കാർഡ്സ് സ്പ്രെഡ് എടുത്ത് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിന്റെ ഭാവിയുടെ കാർഡ് ടാരോട് ചോദിച്ചപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തെ കാർഡ്, ഈ ബന്ധത്തിൽ നമ്മൾ പേജ് ഓഫ് സോർട്സ് ഓൾറെഡി സന്ദേശവാഹകരാണ് എപ്പോഴും. അപ്പം ഈ വ്യക്തി എപ്പം ലൈഫിലേക്ക് തിരികെ വരും, എപ്പം നമുക്ക് വന്നൊരു സന്ദേശം തരും എന്ന് നമ്മൾ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണെന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ആ വ്യക്തി ജോലിക്ക് എവിടെ പോയിരിക്കുകയാണ്, ഇനി എപ്പോഴാണ് തിരികെ വരുന്നത് എന്ന് ഓർത്തിരിക്കുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് സോർട്സിന്റെ എനർജി. അപ്പം സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും ആ വ്യക്തി എന്ന് വരും, എപ്പോൾ വരും, നമ്മളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ആലോചന ഇരിക്കുന്ന ഒരു എനർജിയാണ് ഈ ബന്ധത്തിന്റെ ഭാവിയായിട്ട് നമുക്ക് ഒരു കാർഡ് ഒരാൾക്ക് റെസനേറ്റ് ആവത്തുള്ളൂ. അപ്പം നൈറ്റ് ഓഫ് പെന്റക്കിൾ ആണ് നെക്സ്റ്റ് എനർജി. ഒരു നിശ്ചലാവസ്ഥയിൽ പോയൊരു ബന്ധത്തിന്റെ എനർജിയാണ് കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ദൂരത്ത് എവിടെയൊക്കെ പോയി, പക്ഷെ പിന്നീട് ആ ബന്ധം അങ്ങ് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഒരു നിശ്ചലാവസ്ഥയിലാണ് ഇപ്പൊ ആ ബന്ധം പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മെയിനായിട്ട് വേണ്ടത് മണിയാണ്, പൈസയുടെ സോഴ്സാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ആ വ്യക്തി ആ ബന്ധത്തെ മറന്ന് ആ പൈസയിൽ കണ്ണുനട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമ്മളിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ പണം വേണം എല്ലാത്തിനും, ആ പണം ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു നിശ്ചലാവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത് എന്നാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത്. പക്ഷെ ഈ പണ സമ്പാദ്യത്തിന് ശേഷം ഈ ബന്ധത്തിനൊരു ഉണർവുണ്ടാകും എന്നും ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നു. മൂന്നാമത്തെ ഡെത്ത് എന്ന കാർഡ് വന്നു കഴിഞ്ഞാൽ ഡെത്ത് കഴിഞ്ഞ് ഒരു റീബർത്ത് ഉണ്ടാവുന്ന ഒരു കാർഡാണ് ഡെത്ത് കാർഡ്. അപ്പം ചില ബന്ധങ്ങൾ അവസാനിച്ചു പോയെന്ന് കരുതുന്നിടത്ത് നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ആ ബന്ധം ഇല്ല, അതെല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്തു നിന്ന് വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന ഒരു ബന്ധത്തിന്റെ എനർജിയാണ് ഡെത്ത് കാർഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് ദി എംപ്രസ് കാർഡാണ്. ഇത് 2 കാർഡുകളും മേജർ ആർക്കാനിലെ കാർഡുകളാണ്. 3 കാർഡ് വന്നിട്ടുണ്ട് മേജർ ആർക്കാനിൽ ഈ സ്പ്രെഡില്. അപ്പം ഇത് ദി എംപ്രസ് കാർഡ്. അപ്പം ഇവിടെ ഈ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്ത്, പ്രപഞ്ചമായിട്ട് സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം ഒന്ന് അവസാനിച്ച ശേഷം പ്രപഞ്ച നിർണയമാണ് പിന്നെയും അത് പൊട്ടിമുളയ്ക്കും കാരണമായിട്ട് വന്നത്. ഇവിടെയും അതുപോലെ ദി എംപ്രസ് കാർഡ്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, നിങ്ങൾ ധനാഢ്യ ഒരു സ്ത്രീയാണെന്ന് അറിയിക്കുക, എല്ലാം അറിയാം. പക്ഷെ നിങ്ങളിലേക്ക് വരാനാണ് അവർ മറച്ചു നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു പക്ഷെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ അവരോട് ചോദിക്കും, അവരെന്തിനൊക്കെ ഉത്തരം നൽകേണ്ടി വരും. അപ്പൊ ഇതൊരു പവർഫുൾ ലേഡി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ വന്നാൽ ആ വ്യക്തിക്ക് എന്തൊക്കെ ചോദ്യങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഭയത്തിനാലാണ് ഈ വ്യക്തി ഒളിഞ്ഞു നിൽക്കുന്നതെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടും ആ വ്യക്തിയെക്കാട്ടിൽ യോഗ്യയാണ് ഇപ്പുറത്ത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നാണ് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ്. നിങ്ങളുടെ കഷ്ടങ്ങളൊക്കെ മാറി സുഖത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് എങ്കിൽ ഇനി അത് മാറി ഒരു സുഖകരമായ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ഈ ബന്ധം പോകുന്നു എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് പറയുന്നത്. അപ്പം ഇതൊരു കാർമിക് സിറ്റുവേഷന്റെ എൻഡിങ് ആയതുകൊണ്ട് പലതരത്തിലുള്ള സാഹചര്യ ഘട്ടങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടിയും വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് വന്നതുകൊണ്ട് അപ്പൊ കഷ്ടാനുഭവങ്ങളൊക്കെ മാറി നിങ്ങൾ തന്നെ സുഖത്തിലോട്ട് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആറാമത്തെ കാർഡ് ത്രീ ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. ത്രീ ഓഫ് പെന്റക്കിളിന്റെ കാർഡ്
അത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു വ്യക്തിയാവാം, സാഹചര്യമാവാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പം ആ വ്യക്തി തേർഡ് പാർട്ടിയെ വിട്ട് എന്നിലേക്ക് എപ്പോൾ വരും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആളുടെ എനർജിയാണ് ഈ കാർഡിലൂടെ ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ആൾ എന്നത്തേക്ക് തിരിച്ചു വരും, എപ്പോൾ തിരിച്ചു വരും എന്ന് കണ്ണു നട്ട് നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഈ കാർഡിലേക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ പുറത്ത് ജോലിക്ക് പോയി, ഇപ്പം സാഹചര്യം എന്ന് പറഞ്ഞ ഒരു ജോലിക്ക് പൈസ ഇല്ലാതെ ജോലിക്ക് പോയവരും ആകാം. അപ്പൊ ആ വ്യക്തി എപ്പം ആ ജോലിയിൽ നിന്നൊരു ലീവ് കിട്ടും, വ്യക്തി എപ്പോൾ തിരിച്ചെന്നെ കാണാൻ പറ്റും എന്ന് കണ്ണു നട്ടിരിക്കുന്നവരെ ഈ റീഡിങ്ങിൽ നമുക്ക് കാണാം. അപ്പം ഈ സ്പ്രെഡിന്റെ റിലേഷന്റെ ഭാവിയെ പറ്റി ഏഞ്ചൽസിന്റെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു കാർഡ് എടുത്ത് നോക്കാം. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒന്നും നിർത്തണ്ട. അപ്പം നിങ്ങൾക്കതെല്ലാം ഒരു ഡിവൈൻ ടൈമിന് നടന്നോളും. അപ്പോൾ മുന്നോട്ട് തന്നെ പോയിക്കോളൂ. ഏഞ്ചൽസിന്റെയും യൂണിവേഴ്സിന്റെയും സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനൊരു ഭാവി ഉണ്ടെന്നാണ് ഏഞ്ചൽസും യൂണിവേഴ്സും ഒക്കെ പറയുന്നത്. അപ്പം ആരും നിർത്തണ്ട, ബന്ധം തുടർന്നുകൊണ്ട് പോവുക. ബന്ധത്തിന് ഒരിക്കലും ഒരു അവസാനമില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കമ്മ്യൂണിക്കേഷനിൽ ഇപ്പൊ ഇല്ലാത്തവരോ ബ്ലോക്ക് ചെയ്തിട്ട് പോയവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക, ചേസ് ചെയ്യാൻ പോവരുത്. അവർ ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേർന്നോളും. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ അത് അങ്ങനെ ഇട്ടേക്കു, ചേസ് ചെയ്യാൻ പോവരുത്, ആ ബന്ധം വന്നോളും എന്നൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന അറിയിപ്പുകൾ. എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ചേസ് ചെയ്യാൻ പോകരുത്, നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ആ വ്യക്തിക്ക് പൂർണ്ണമായും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വന്നോളും. അതുകൊണ്ട് കൂടുതൽ ചേസ് ചെയ്യാൻ പോവണ്ട, നിങ്ങൾ ഒന്നിനെ നിർത്തരുത് എന്നാണ് ഏഞ്ചൽ പറഞ്ഞത്. നിങ്ങൾ ചേസ് ചെയ്യാൻ പോവണ്ട, പക്ഷെ എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നാൽ നിങ്ങൾ ആ സാഹചര്യവുമായി അഡ്ജസ്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ആവുക, അല്ലാതെ നിങ്ങളൊന്നും നിർത്തണ്ട എന്നാണ് ഏഞ്ചലും പറയുന്നത്. അപ്പോൾ റീഡിങ് ഇഷ്ടമായെന്ന് തരുന്നു. താങ്ക് യു.